ചെറുപ്പത്തിലേ സ്കൂളിൽ പഠിക്കുമ്പോൾ മാച്ചു പിച്ചു താജ്മഹൽ വേൾഡ് വണ്ടേഴ്സിനെ പറ്റിയിട്ട് ടീച്ചർ പറഞ്ഞതൊക്കെ ഓർക്കുന്നുണ്ട്. 7 കടലും താണ്ടി സൗത്ത് അമേരിക്കയിലേക്ക് വന്ന് മാച്ചു പിച്ചിലേക്ക് വരും. മാച്ചു പിച്ച് കാണുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ 2023 മാച്ചു പിച്ച് കാണാനായിട്ട് ഞാനും ചാരും കൂടി വന്നത്. ഇന്ന് ആ മാച്ചു പിച്ച് തന്നെ 2ാം കഴിഞ്ഞ് 3ാമത്തെ തവണയാണ് നമ്മൾ കാണാൻ വരുന്നത്. ആസ് എ ട്രാവലർ എന്ന നിലയ്ക്ക് നമ്മൾ എത്ര പൈസ സമ്പാദിച്ചു എന്നോ അല്ലെങ്കിൽ എത്ര കോടികൾ ഉണ്ടാക്കിയതൊന്നും അല്ല അതിലെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ നമുക്ക് ട്രാവൽ ചെയ്യാനും അതുപോലെ തന്നെ നമ്മളിപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഗ്രീൻ ബുക്ക് എക്സ്പെഡീഷൻ എന്ന് പറഞ്ഞിട്ട് സൗത്ത് അമേരിക്കയിലും ആഫ്രിക്കയിലും ട്രാവൽ കമ്പനി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചെറിയൊരു ഗ്രൂപ്പിൽ നമ്മൾ കൊണ്ടിട്ടുണ്ട്. അങ്ങനെ 2023 വന്നപ്പോൾ എനിക്ക് ഒരു ആഗ്രഹമായിരുന്നു, ഇവിടേക്ക് ഒരുപാട് ആൾക്കാരെ ട്രാവൽ ചെയ്യാൻ കൊണ്ടുവരണം. നമ്മുടെ നാട്ടിലൊക്കെ ആയിട്ട് മാച്ചു പിച്ചിലേക്ക് വരാമെന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രയാസമായിട്ടുള്ള ഒരു കാര്യം എന്നൊക്കെയല്ല നമ്മുടെ മനസ്സിൽ നമ്മൾ വിചാരിച്ച് വെച്ചിരിക്കുന്നത്. അപ്പം നല്ല ചിലവുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്കൊരു കമ്പനി തുടങ്ങിയാൽ എന്താ, ഈ മലയാളി ഇവിടെ പെറുവിലോ അല്ലെങ്കിൽ മാച്ചു പിച്ചിൻ്റെ പ്രാന്തപ്രദേശങ്ങളൊന്നും ട്രാവൽ കമ്പനിയൊന്നും തുടങ്ങിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു ഇൻസ്പിറേഷൻ, അതേപോലെ ആഫ്രിക്കയിൽ നിന്ന് കിട്ടിയ ഇൻസ്പിറേഷനൊക്കെ കൂടിയിട്ടാണ് നമ്മൾ ഗ്രീൻ ബുക്ക് എക്സ്പെഡീഷൻ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനി ഇപ്പോൾ നമ്മൾ രൂപീകൃതമാക്കിയിട്ടുള്ളത്. അത് പെറുവിലും US-ലും UK-ലും രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റി ഈ 2 വർഷം കൊണ്ട്. അപ്പോൾ അതിനൊക്കെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളാണ്. നിങ്ങളൊക്കെ ഉള്ള ഒരു ധൈര്യത്തിലാണ് നമ്മൾ വലിയ ബിസിനസ് നടത്തിയിട്ടോ അല്ലെങ്കിൽ നമ്മൾ വലിയ പരിപാടികൾ നടത്തിയിട്ടൊന്നുമല്ല. എന്നിരുന്നാലും എനിക്കൊരു കോൺഫിഡൻറ്റ് ഉണ്ട്. ഈ ആഫ്രിക്ക സൗത്ത് അമേരിക്ക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല ആർക്കും. ഇപ്പോൾ നമ്മുടെ കൂടെ ദേവസ്യേട്ടൻ 79 വയസ്സായിട്ടുള്ള ദേവസ്യേട്ടനും മേരേജും ഉണ്ട്. ഇവരൊക്കെ സന്തോഷം കാണുമ്പോഴാണ് നമ്മൾ ഈ ട്രാവൽ ചെയ്തതിൻ്റെ ആ ഒരു, അല്ലെങ്കിൽ ഇവരൊക്കെ ട്രാവൽ ചെയ്യിപ്പിക്കുന്നതിൻ്റെ ഉള്ള ഒരു സന്തോഷം നമുക്ക് കിട്ടുന്നത്. അപ്പം എന്തായാലും നിങ്ങൾക്ക് മാച്ചു പിച്ച് കാണാനോ ക്രൈസ്റ്റ് റെഡിമോർ, ഇഗ്വാസ് വാട്ടർഫോൾ, ആമസോൺ റെയിൻ ഫോറസ്റ്റ്, ആഫ്രിക്ക ഇതൊക്കെ കാണുന്ന ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രീൻ ബുക്ക് എക്സ്പെഡീഷനോടെ കൂടിക്കോ. വലിയ ഗ്രൂപ്പുകളൊന്നും നമ്മൾ കൊണ്ടുപോയില്ല. എനിക്ക് വലിയ ഗ്രൂപ്പുകളൊന്നും ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. നമ്മളൊരു 10 പേര് മാക്സിമം പോയാൽ ഒരു 15 പേരുള്ള ഒരു ചെറിയ ഗ്രൂപ്പുകളാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെൽക്കം ടു മാച്ചു പിച്ചു. നിങ്ങൾ പൈസ ഒരുപാട് കുന്നുകൂട്ടി വയ്ക്കാണ്ട് ഇങ്ങനെയൊക്കെ ട്രാവൽ ചെയ്യാട്ടോ.